ഹായ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്കായിട്ടാണ് ബ്രെഡ് ബോൾസ്. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതായത് പെട്ടെന്നൊക്കെ നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ വെറും 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ഒരു സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് കുട്ടികൾക്കൊക്കെ ആയാലും ഇത് വളരെയധികം ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ബ്രെഡ് ബോൾസ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഇതിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 6 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ചെറിയ ബ്രെഡ് ആയതുകൊണ്ട് കേട്ടോ ഞാൻ 6 എടുത്തിരിക്കുന്നത്. വലിയ ബ്രെഡ് ആണെങ്കിൽ 5 എടുത്താൽ മതിയാവും. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ഇതേപോലെ ബ്രെഡ് നമുക്കൊന്ന് പീസസ് ആയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇപ്പം ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം കേട്ടോ. ഞാൻ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ബ്രെഡ് നമ്മൾ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് പഞ്ചസാരയാണ്. അപ്പോൾ ഞാനിവിടെ പഞ്ചസാരയും അതേപോലെ തന്നെ 2 ഏലക്കയും കൂടെ പൊടിച്ചെടുത്താണ്. അപ്പോൾ മധുരം അനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പഞ്ചസാരയുടെ അളവ് ഞാൻ അതുകൊണ്ട് പറയുന്നില്ല. അപ്പോൾ ഞാനിവിടെ പഞ്ചസാരയും അതേപോലെ തന്നെ ഏലക്കയും കൂടെ ഒരുമിച്ച് പൊടിച്ചെടുത്തത് ഈ ബ്രെഡിൻ്റെ കൂട്ടത്തിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 6 ടേബിൾ സ്പൂണോളം ചിരകിയ തേങ്ങയും കൂടെ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു കോഴിമുട്ട നമുക്കിതിലേക്ക് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്കൊരു സ്പൂൺ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ആദ്യം. ഇനി നമുക്ക് നമ്മുടെ കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇപ്പം മുട്ട ചേർക്കണം എന്ന ആഗ്രഹം ഇല്ലാത്തവർക്ക്, അതായത് മുട്ട കഴിക്കാത്തവരൊക്കെ ആണെങ്കിൽ അതിന് പകരമായിട്ട് നമുക്ക് പാല് ചേർത്തിട്ട് ഇത് കുഴച്ചെടുത്താൽ മതി. മുട്ട ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്പം നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഉരുളകൾ ഉരുട്ടണ ഒരു പരിവായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ചെറിയ ഉരുളകളായിട്ട് കൈകൊണ്ട് തന്നെ ഉരുട്ടിയെടുക്കാം. ഇപ്പം നമ്മൾ ഒരു ഉരുള ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയൊക്കെ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ബോൾസ് വറുത്ത് കോരാൻ ആവശ്യത്തിനുള്ള കുറച്ച് എണ്ണ നമുക്കൊരു ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഈ എണ്ണ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. ഇപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലായിരിക്കണം. എന്നിട്ട് നമുക്ക് ഈ ബ്രെഡ് ബോൾസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഹൈ ഫ്ലെയിമിലാവാതെ ഇരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഹൈ ഫ്ലെയിമിലാണെങ്കിൽ ഇത് പെട്ടെന്ന് ആ ഗോൾഡൻ ബ്രൗൺ കളറാവും, ഉള്ളൊന്നും ശരിയായിട്ട് കുക്കായി കിട്ടിയിട്ടും ഉണ്ടാവില്ല. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതേപോലെ തന്നെ നന്നായിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കണേ. അല്ലെങ്കിൽ പല ഭാഗത്തായിട്ട് ആ ഒരു ബ്രൗൺ കളർ പല ഭാഗത്തായിട്ട് വരും, ഒരു ഈവൻ കളറായിട്ട് നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ മറിച്ചിട്ടിട്ട് വേണം ഇതൊന്ന് വറുത്ത് കോരാനായിട്ട്. ഇപ്പോൾ നമ്മുടെ ബ്രെഡ് ബോൾസ് ഒരു ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈം ആകുമ്പോഴത്തേക്കും നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം, കരിഞ്ഞു പോവാതെയൊക്കെ നോക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു കളറാകുമ്പോഴത്തേക്കും നമുക്ക് ഈ എണ്ണയിൽ നിന്ന് ഇത് കോരി മാറ്റാം. ഇപ്പോൾ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു കിച്ചൺ ടിഷ്യൂലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് അബ്സോർബായി കിട്ടിക്കോളും. അങ്ങനെ നമ്മളുടെ ബ്രെഡ് ബോൾസ് ഇതേപോലെ നമുക്ക് ബാക്കിയൊക്കെ വറുത്ത് കോരാം. ഇത് തീരെ അങ്ങനെ എണ്ണയൊന്നും കുടിക്കൊന്നുമില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് കിട്ടും.